നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ശ്രീവർഷിണി എന്നാണ് ആ കുട്ടിയുടെ പേര്. ശ്രീവർഷിണി എസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. മണ്ണാടിയാർ ഫാമിലിയാണ്. മണ്ണാടിയാർ ആണ് അവരുടെ കാസ്റ്റ്. പല ആളുകൾക്ക് ഈ മണ്ണാടിയാർ, ഗുപ്തൻ, തരകൻ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ പലർക്കും ഒരു സംശയമുണ്ട്, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, കോങ്ങാട് അങ്ങനെയൊക്കെയുള്ള വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ആയിട്ടാണ് കൂടുതലായിട്ട് ഇവരെയൊക്കെ കണ്ടുവരുന്നത്. ഈ ഗുപ്തൻ, തരകൻ, മണ്ണാടിയാർ ഒക്കെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ ബേസിക്കലി ബിസിനസ്സുകാരാണ് പൊതുവെ. ഇപ്പോൾ ഇവരെല്ലാം നായർ, മേനോനൊക്കെ ആയിട്ട് വിവാഹം നടക്കുന്നതായിട്ട് ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫോർവേഡ് കാസ്റ്റാണ് മണ്ണാടിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ശ്രീവർഷിണി എസ് എന്നാണ് കുട്ടിയുടെ പേര്. ശുദ്ധജാതകമാണ്. ആളുകൾ ശുദ്ധജാതകം അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആൺകുട്ടികൾ. അപ്പോൾ ഇത് ശുദ്ധജാതകമാണ്. ഈ കുട്ടി ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റായിട്ട് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ പഠിച്ചിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി KMC ഹോസ്പിറ്റൽ കോയമ്പത്തൂർ എന്നാണ് പഠിച്ചിരിക്കുന്നത്. അച്ഛൻ ബിസിനസ്സാണ്, സുരേഷ് ബാബു. അമ്മ ഹൗസ് വൈഫാണ്. തിരുപ്പൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 168 ആണ്. ആ കുട്ടിയുടെ ഹൈറ്റ് 58 kg വെയിറ്റ്. വലിയ തടിയൊന്നുമില്ല, വളരെ സ്ലിമ്മാണ് കുട്ടി. ചേരാത്ത നാളുകൾ പറയുന്നുണ്ട്. മകമാണ് ആ കുട്ടിയുടെ നാള്. ആ കുട്ടിക്ക് നോൺ മാച്ചിങ് സ്റ്റാർ ആയിട്ട് മകം വേണ്ട രേവതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീവർഷിണിയെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ശ്രീവർഷിണി നാള് വന്നിട്ട് മകമാണ്, ശുദ്ധജാതകമാണ്. 25 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. മണ്ണാടിയാർ ഫാമിലിയാണ്. ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റായിട്ട് ഷാർജയിൽ വർക്ക് ചെയ്യാണ്. 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 58 kg വെയിറ്റ്. അവർക്ക് പ്രീഫറൻസ് അവരുടെ UAE തന്നെ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളെയാണ് അവർ കൂടുതലും നോക്കുന്നത്. അതായത് ആ കുട്ടി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് സൗകര്യാർത്ഥം UAE കുട്ടികളെയാണ് നോക്കുന്നത്. അച്ഛൻ ബിസിനസ്സാണ്, സുരേഷ് ബാബു. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. ഇവര് തിരുപ്പൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിക്ക് ഒരു ബ്രദർ ഉണ്ട്. അപ്പോൾ മണ്ണാടിയർ ഫാമിലിയോട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ കുട്ടിയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഫാമിലി ആൺകുട്ടികൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. വിവാഹം നോക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് വിവാഹം വേണം, ഏകദേശം ഏജൊക്കെ ആയി. അപ്പോൾ വീട്ടിൽ അച്ഛനമ്മമാർ പറയും മക്കൾക്ക് നോക്കാറായി. ഈ നോക്കാറായി എന്ന് പറഞ്ഞാൽ ഉടനടി അവരങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതല്ല വേണ്ടത്. മറിച്ച് മക്കളുമായി സംസാരിക്കുക. മക്കൾക്ക് വിവാഹത്തിൻ്റെ ഇത് നോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളുമായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അതിലോട്ട് കടക്കാവൂ. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കായിരിക്കും നിർബന്ധം, മക്കൾക്കൊരു നിർബന്ധം ഉണ്ടാവില്ല. മക്കൾ പിന്നെ 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 പറഞ്ഞിരിക്കും. അതാണ് ഇപ്പോൾ കാണുന്നൊരു കാഴ്ച. അപ്പം അത് അല്ല, മക്കളുടെ പൂർണ്ണ സമ്മതം കിട്ടിയതിന് ശേഷം അവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് അവരുടെ റിക്വയർമെൻറ്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് ദുബായിലുള്ള കുട്ടിയെ കിട്ടുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ അച്ഛനെയും അമ്മയും നോക്കുന്ന സമയത്ത് ദുബായിലുള്ള കുട്ടികളെ തന്നെ നോക്കണം. ഹൈറ്റ്, വെയിറ്റ്, ക്വാളിഫിക്കേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അല്ലാണ്ട് ഏതെങ്കിലും പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മക്കളോട് ചോദിക്കട്ടെ, മക്കളോട് ചോദിച്ചതിന് ശേഷം പറയാട്ടു എന്ന് പറയുന്ന ഏർപ്പാട് വേണ്ട. നേരത്തെ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്തായാലും കുട്ടികളോട് സംസാരിക്കണം, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കൊരു അവയർനെസ് വേണം നിങ്ങളുടെ കുട്ടികളെ പറ്റി. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ വീട്, തറവാട് വീട് എവിടെയാണോ അവിടുത്തെ ധർമ്മദൈവങ്ങൾ, പൊട്ടപ്പാലത്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ തറവാട്ട് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ചില നാഗങ്ങൾ, ഇതിനെവിടെ നാട്ടിൽ പറയാം വെളുത്തങ്കാവ് എന്നൊക്കെ പറയും, വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭുവനേശ്വരി, അയ്യപ്പൻ, വേട്ടക്കൊരു മകൻ, ഹനുമാൻ കുട്ടി, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൽ വരാറുണ്ട്. ഒരു ചെറിയൊരു അമ്പലമായിരിക്കണമെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 10 14 പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സാങ്കല്പികമായിട്ട് ഉള്ള ഓരോ, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ സ്റ്റൂളുകളൊക്കെ വെക്കുക, ചിലപ്പോൾ വാള് വെക്കും. ഇതൊക്കെയാണ് ഓരോ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അത് അവരെ ഒന്ന് പ്രാർത്ഥിക്കുക നന്നായിട്ട്. കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു കാരണവശാലും ഫോണിൽ കൂടെ സംസാരിക്കരുത്. ചില പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു അയ്യോ എത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ വല്ലവരും അവർ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചാടി കയറി വിളിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ വാട്സാപ്പ് നമ്പർ വാങ്ങിച്ച് വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കലാണ് ഏറ്റവും അഭികാമ്യം. വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ കുട്ടികളുടെ 2 ഫോട്ടോയും ഹോറോസ്കോപ്പും അപ്ഡേറ്റഡ് പ്രൊഫൈലും ആ പാരൻസിന് അയച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അവർ പറയും ഫോട്ടോ അയച്ചു തരും, ഹോറോസ്കോപ്പ് അയച്ചു തരൂ, അത് അയച്ചു തരൂ, ഇത് അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വിളികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം അയ്യൊക്കെ കൊടുത്തു എന്നുള്ളത്. അവരവരുടെ സമയം എടുത്തിട്ട് നോക്കട്ടെ. നോക്കിയതിന് ശേഷം ചിലപ്പോൾ താല്പര്യമില്ലെങ്കിൽ അവർ പറയും താല്പര്യമില്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് താല്പര്യമില്ല എന്നുള്ളത്. താല്പര്യമുള്ളവരാണെങ്കിൽ അവർ പറയും അടുത്ത സ്റ്റേജ് പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് നടത്താം എന്ന് പറയും. അതിലും മുന്നേയിട്ട് എനിക്ക് പറയാനുള്ളത്, പെണ്ണ് കാണൽ ചടങ്ങ് ഒരു കാരണവശാലും തിരക്ക് പിടിച്ച് ചെയ്യരുത്. 2 കുട്ടികളും, ആൺകുട്ടിയും പെൺകുട്ടിയും, വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ തമ്മിൽ നന്നായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം വീട്ടുകാരെ എഡ്യൂക്കേഷൻ, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, വല്ല ലോണുകൾ വല്ലതുമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ഫർദർ ഡിസ്കഷനിലേക്ക് പോകണ്ട. അഥവാ അതില്ല, ലവ് അഫെയർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക. 15 ദിവസം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കംഫർട്ട് ലെവൽ ആണോ എന്ന് നോക്കുക. കംഫർട്ട് ആയിട്ടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ കംഫർട്ട് ആകുന്നവരൊക്കെ ഒരു 15 ദിവസം കൂടെ നോക്കുക. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പുറത്ത് വെച്ചൊന്ന് കാണണം. പുറത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഒറ്റപ്പാലത്തൊക്കെയാണ് വെച്ചാൽ ഏതെങ്കിലും നായർ തറവാട്ടിലേക്ക് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ മക്കളെ അങ്ങനെയൊന്നും പുറത്തൊന്നും വിടില്ല കേട്ടോ, അതൊന്നും നടക്കില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയുള്ള പറച്ചിലുകൾ ഒരു വലിയ വിഡിത്തമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശുദ്ധ അസംബന്ധം. ശങ്കരടി ഏതോ സിനിമയിൽ പറയുന്ന പോലെ പുറത്ത് വെച്ചെന്നെ കാണണം. പുറത്ത് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കോഫി ഹൗസിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന ഒരു 2-3 മണിക്കൂർ ആ കുട്ടികളൊന്ന് സംസാരിക്കട്ടെ, കൃത്യമായിട്ട് സംസാരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്കൊരു കംഫർട്ട് ലെവൽ ആകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് തിരക്ക് പിടിക്കാതെ അച്ഛനോട് അമ്മോട് പറയാം, നമുക്ക് പതുക്കെ പ്രൊസീഡ് ചെയ്യാം. സർട്ടൻ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പതുക്കെ സ്റ്റെപ്പ് എടുത്തിട്ട് പോയാൽ മതി. തീർച്ചയായിട്ടും ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും
ആൺകുട്ടി മനസ്സിലാക്കിയ കാര്യങ്ങൾ അച്ഛനോടും അമ്മോടും പറയണം, പെൺകുട്ടി മനസ്സിലാക്കിയ കാര്യങ്ങൾ അച്ഛനോടും അമ്മോടും പറയണം. ഇതെല്ലാം ഒരു അപ്ഡേഷനാണ്. കാരണം അച്ഛനും അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ടാണ് മക്കളോട് ചോദിക്കാൻ പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ്, അതൊരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. കൃത്യമായിട്ട് അച്ഛൻ അമ്മമാര് നന്നായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ഒരു തരത്തിൽ കുറയ്ക്കരുത്. നന്നായിട്ട് ഇപ്പൊ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നേക്ക് കുറേ സംസാരിക്കേണ്ടി വരും. നന്നായിട്ട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷന്റെ അഭാവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 99% വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഡിവേഴ്സ് ആവുന്നത് കമ്മ്യൂണിക്കേഷന്റെ അഭാവമാണ്. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയില്ല. ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പറയും. ഒരു അസുഖമുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയും. ഒരു അസുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് പറയും. അത് കല്യാണം കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. ചോദിക്കുന്നതിന്റെ മുന്നേ തന്നെ പറയും, ഞാൻ ഇന്ന മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയി. നമ്മളുടെ മീതെ ഒരു വിശ്വാസം വന്നു, നമ്മളുടെ മീതെ ഒരു ക്രെഡിബിലിറ്റി വന്നു. അതൊരിക്കലും ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമാണ് എൻഗേജ്മെന്റ്, വിവാഹം, എല്ലാ കാര്യങ്ങളും നടത്താവൂ. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.